ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് കാന്താര കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യം വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. കുറേ നാളെ ശേഷം ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ കാന്താര എന്ന് കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം എല്ലാം ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പം പടമൊക്കെ തുടങ്ങിയ ശേഷം നമ്മൾ പടമൊക്കെ തുടങ്ങി, എന്നിട്ട് പകുതിക്കായിട്ട് നമ്മൾ വരാം. ഓക്കെ, ഹലോ ഹലോ ചേട്ടനുണ്ട്, അജിമോനുണ്ട്, അണ്ണനിരിപ്പുണ്ട്, ഷാഫിനിരിപ്പുണ്ട്, ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ശേഷം വരാം. இந்த எல்லா கணங்களும் வந்து கண்டெடுத்து இதோ இந்த புனித மண்ணில் தான் 1000 வருஷத்துக்கு முன்னாடி இந்த இடத்தோட மூலத்தை ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായം ആദ്യം പറയുന്നില്ല. ഞാൻ നമ്മുടെ പഴയ നമ്മളെ റിവ്യൂവേഴ്സ് നമ്മളെ കൂലിയുടെ റിവ്യൂവേഴ്സ് ഉണ്ട്, അവരുടെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് പടം ഒന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ഹരിച്ചേട്ടാ എങ്ങനെയുണ്ട് പടം? പടം സൂപ്പർ പടമുണ്ട്. കാണാൻ പൊളി, ഒരു രക്ഷയില്ല. മേക്കിംഗ് പട വേറെ അതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അജിമോൻ, എന്താണ് പടത്തിനെ കുറിച്ച് അഭിപ്രായം? നല്ല പടമല്ലേ? നല്ല പടമാണ്. എന്തൊക്കെയാണ് നിനക്ക് അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതിന്റെ മേക്കിങ്ങും വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ടിന്റെ കാര്യം ഞാനും പറയുന്നില്ല. സൗണ്ട് തിയേറ്ററിന്റെ പ്രശ്നമാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മെയിൻ കാര്യം നമ്മൾ 23 രൂപ ടിക്കറ്റിന് പോയാലേ, അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മള് ഈ ഫസ്റ്റ് കണ്ട കാന്താര ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫസ്റ്റ് കണ്ട കാന്താരി സ്റ്റോറി ഏകദേശം ഇതാണ്, ഏകദേശം അവരുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ സെയിം നടനുമാണ്, സംവിധായകൻ സെയിമാണ്, അതൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ വേറെ അഭിപ്രായമുള്ളൊരു വ്യക്തിയുണ്ട്. പുള്ളിയോട് ചോദിക്കാം, റിപ്ലൈ തന്നില്ല എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അല്ല. എന്താ നിന്റെ അഭിപ്രായം ഷാഫിനെ? നോ കമന്റ്സ്. അവന് സിനിമ ഇഷ്ടപ്പെട്ടില്ല, സൗണ്ട് പോരാ, കഥ പോരാ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ അവന്റെ ഒരു ഒറ്റ ആളെ ഇത് കാരണം പടം പൊട്ടിപ്പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. അല്ല ചേട്ടാ, അതല്ലേ അഭിപ്രായം? അതെ. അപ്പോൾ ഗൈസ്, അതാണ് നമ്മളെ അഭിപ്രായം. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, ഞാൻ വരാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം. എനിക്ക് ഈ പടം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഫസ്റ്റും ഈ സെക്കൻഡും തമ്മിൽ എനിക്ക് വലിയ ബന്ധങ്ങളൊന്നും തോന്നുന്നില്ല. ഉണ്ട്, ഫസ്റ്റത്തെ നമ്മൾ കുറച്ച് പോർഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവൻ്റെ പിന്നെ മകനെയൊക്കെ കാണിക്കുന്നുണ്ട്, അത് ലാസ്റ്റും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കി കാണിക്കുന്നത് കാര്യങ്ങളും എല്ലാം സിനിമയായിരുന്നാലും അതിൻ്റെ കഥയായിരുന്നാലും ഇതിൻ്റെ സ്റ്റോറി ബേസാണ് ഇതിൽ നടക്കുന്നത്. ഫുള്ള് സ്റ്റോറിയാണ്. അവർ കഥ പറയുന്നതാണ് ഇതിൽ. ഒരു കഥ പറയുന്ന കഥയാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത്. പിന്നെ വേറെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പൊട്ടിക്കുന്നതോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അത് ഞാൻ സിനിമയോട് കാണിക്കുന്ന ദ്രോഹമായി പോകും. എനിക്ക് എൻ്റെ ഒരു വ്യൂവിൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല മോനെ, സൂപ്പർ പടം. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ 80 കോടിക്കായെന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് കാര്യമൊന്നും ഞാൻ അറിയത്തില്ല. പക്ഷേ ഇത് നമ്മളെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഒരു മെയിൻ നല്ലൊരു ഇതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഋഷഭ് ഷെട്ടി തന്നെ അഭിനയിച്ച് സംവിധാനം ചെയ്യുന്നതെന്ന് പറയുന്നത് അത് വേറൊരു കാര്യം. പുള്ളിക്കാരൻ എന്താണ് മനസ്സിൽ വേണ്ടതെന്ന് പുള്ളിക്കാരൻ അതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരന് എന്താ മനസ്സിൽ വിചാരിക്കുന്നത് മറ്റൊരാളെ ആണ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരാൾക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് തോന്നിയതാണ്. പക്ഷേ പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ചതിലോടുകൂടി ആ പുള്ളിക്കാരൻ എന്താ മനസ്സിൽ ചിന്തിച്ച് അത് പുള്ളിക്ക് തന്നെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റി. അതാണ് ഒരു മെയിൻ കേസ്. പടം നിങ്ങൾ കാണണം. അതും തിയേറ്ററിൽ മസ്റ്റ് തിയേറ്റർ റിവ്യൂ ആണ്. ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെ മാറി ചിന്തിച്ച അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണേ. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. പടം എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാന്താര ഈ സിനിമ സൂപ്പർ പടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവസാന പോർഷനിലൊക്കെ നമ്മൾ മറ്റേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പാട്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ കേട്ട് ആ വിഷ്വലും കൂടെ കാണുമ്പോൾ
നമുക്ക് എൻ്റെ സത്യം ഞാൻ തിയേറ്ററിൽ നിന്നപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നുപോയി. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവരും പോയി കാണാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞാൻ പിന്നെ ഇപ്പോൾ അധികം വീഡിയോയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ് ഇല്ലാതെ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ എനിക്ക് താല്പര്യമില്ല. അതാണ് മെയിൻ കേസ്. എന്തെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. നിങ്ങളുടെ ലൈഫിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ടൈമാണ്. അത് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള നിങ്ങൾക്ക് തരണ്ടേ? അപ്പോൾ നിങ്ങൾ അതിന് എനിക്ക് വേണ്ടി തന്നിട്ട് നിങ്ങൾക്കത് വേസ്റ്റായി പോയി കഴിഞ്ഞാൽ, ടൈം വേസ്റ്റായി പോയി കഴിഞ്ഞാൽ എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. സംഭവം കണ്ടൻറ് ഇല്ലാത്തത് ഖത്തറിൽ കണ്ടൻറ് ഇല്ലാന്നല്ല. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് തുറക്കും. അങ്ങനെയാണ് സംഭവം. എനിക്ക് അങ്ങനെ വേറൊരിടത്തും പോകുന്നില്ല. വെള്ളിയാഴ്ച ഒരു ദിവസമായിരിക്കും. വെള്ളിയാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ വൈകിട്ട് എണീറ്റിട്ട് ചിലപ്പോൾ പുറത്തോട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. അവിടെ കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്തെത്തത്. ചെറിയ കണ്ടൻറ്റും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഞാൻ നാട്ടിലോട്ടൊക്കെ പോയിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സർപ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണുന്നവരെല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടനൊക്കെ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.